ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് കോൺ കൊണ്ടുള്ള ഒരു വടയാണ്. വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ലീഫൊക്കെ കളഞ്ഞിട്ട് സീഡ്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1.5 കപ്പ് സ്വീറ്റ് കോൺ ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അധികം അരഞ്ഞു പോകാതെ ചതച്ചെടുത്താലും മതി. മാറ്റി വെച്ചത് ലാസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പരിപ്പ് വടക്ക് പരിപ്പൊക്കെ അധികം അരക്കാതെ കുറച്ച് തരിയോടുകൂടി ചതച്ചെടുത്തിട്ടല്ലേ ഉണ്ടാക്കുക, അതുപോലെ ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 4 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 കപ്പ് കടലമാവും 1/4 കപ്പ് അരിപ്പൊടിയും ആദ്യം മാറ്റി വെച്ച സ്വീറ്റ് കോണും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലമാവും അരിപ്പൊടിയും മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താലും മതി. നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ചേർത്താലും മതി. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഫ്രൈ ആയാൽ കോരി മാറ്റി വെക്കാം. തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ സ്വീറ്റ് കോൺ കൊണ്ട് വട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്